വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് 5 രൂപയാക്കി വർദ്ധിപ്പിക്കുക ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉയർത്തി ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. ഇതിനു മുന്നോടിയായി ഏപ്രിൽ 3 രാവിലെ 7:30 കാസർഗോഡ് നിന്നും ആരംഭിച്ച് 9 തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കൽ സമാപിക്കുന്ന ബസ് വ്യവസായ സംരക്ഷണ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കും. സംരക്ഷണ ജാഥയ്ക്ക് ആരംഭ ദിനത്തിൽ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ്, കണ്ണൂർ താവക്കര, BOT ബസ് സ്റ്റാൻഡ്, തലശ്ശേരി ബസ് സ്റ്റാൻഡുകളിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രക്ഷോഭത്തിന് നിദാനമായി നിരവധി ആവശ്യങ്ങളാണ് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് 5 രൂപയാക്കണമെന്നത് അതിലൊന്നു മാത്രമാണ്. സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ അതേപടി പുതുക്കി നൽകണമെന്നതാണ് മറ്റൊരു ആവശ്യം. പൊതുമേഖലയും സ്വകാര്യ മേഖലയും സംരക്ഷിക്കാൻ ആവശ്യമായ ട്രാൻസ്പോർട്ട് നയം പ്രഖ്യാപിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ഇതോടൊപ്പം മോട്ടോർ വാഹന വകുപ്പും പോലീസും ഭീമമായ പിഴ ചുമത്തി ബസ് ഉടമകളെ ദ്രോഹിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കുക, സർക്കാരിൻ്റെ ഒരു നിയന്ത്രണങ്ങളുമില്ലാതെ GPS, സ്പീഡ് ഗവർണർ, ക്യാമറ സ്ഥാപിക്കൽ തുടങ്ങിയ അശാസ്ത്രീയമായ ഉത്തരവുകൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ പ്രക്ഷോഭം ആരംഭിക്കുന്നതെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. യാത്രക്കാരുടെ പ്രയാസമില്ല. യാത്രക്കാർ അനുദിനം കുറഞ്ഞു. കാരണം 2 വീലറും അതുപോലെ 3 വീലറും അതുപോലത്തെ മറ്റുള്ള ചെറു വാഹനങ്ങളുടെ ആധിക്യം വന്നതിന് ശേഷം ഒരു തരത്തിലും സർവീസ് നടത്തിക്കൊണ്ടുപോകാൻ സാഹചര്യം നിലനിൽക്കുന്നില്ല. യാത്രക്കാർ ഓരോ ദിവസം കഴിയുന്നു കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളെ കൺസെഷൻ ചാർജിങ്ങിന് വർദ്ധിപ്പിച്ചിട്ട് കുറച്ചെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാം എന്നുള്ള ഒരു ആലോചനയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ട് ഞങ്ങൾ ഇപ്പം കഴിഞ്ഞ 17-ാം തീയതി വീണ്ടും സർക്കാരിനെ സമീപിച്ച് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി, ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇവർക്കൊക്കെ നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട് വീണ്ടും. അപ്പോൾ നമ്മൾ നിവേദനം കൊടുക്കുക എന്നല്ലാതെ ഒരു പരിഗണനയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നില്ല എന്നുള്ളതുകൊണ്ട് ഒരു സമരത്തിൽ കൂടിയല്ലാതെ ഇത് ബസ് നിർത്തിവെച്ചുകൊണ്ടല്ലാതെ ഇതിന് പരിഹാരം ഉണ്ടാകുമെന്നുള്ള വിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചിട്ടില്ല. ഇതിന് മുന്നോടിയായാണ് ഏപ്രിൽ 3 രാവിലെ 7:30 കാസർഗോഡ് നിന്നും ആരംഭിച്ച് 9 തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കൽ സമാപിക്കുന്ന ബസ് വ്യവസായ സംരക്ഷണ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത്. സംരക്ഷണ ജാഥയ്ക്ക് കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ്, കണ്ണൂർ താവക്കര, BOT ബസ് സ്റ്റാൻഡ്, തലശ്ശേരി പഴയ സ്റ്റാൻഡ് എന്നിവിടങ്ങളിലാണ് സ്വീകരണം നൽകുക. ഏപ്രിൽ 17 സംരക്ഷണ ജാഥയിൽ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ നിവേദനങ്ങളാക്കി മുഖ്യമന്ത്രി, ഗതാഗത വകുപ്പ് മന്ത്രി എന്നിവർക്ക് സമർപ്പിക്കും. ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ അടുത്ത അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK പവിത്രൻ പറഞ്ഞു. ബസ് വ്യവസായം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ട്രാൻസ്പോർട്ട് നയം പ്രഖ്യാപിക്കണമെന്ന്. പൊതുമേഖലയും സ്വകാര്യ മേഖലയും നിലനിൽക്കണം. പൊതുമേഖല സ്വകാര്യ മേഖലയും നിലനിൽക്കത്തക്ക രീതിയിലുള്ള ഒരു ട്രാൻസ്പോർട്ട് നയം പ്രഖ്യാപിക്കണം. ഞങ്ങൾ എത്രയോ വർഷം UDF ഭരിക്കുന്ന കാലത്തായാലും LDF ഭരിക്കുന്ന കാലത്തായാലും നിരന്തരം ആവശ്യപ്പെട്ടിരിക്കുന്നുണ്ട്. ഇന്നും സർക്കാർ ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കുക. കാരണം വ്യവസായത്തെ സംബന്ധിച്ചോളം വ്യവസായം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനില്ലേ? സർക്കാരിന് ഒരു മുതൽമുടക്കുമില്ല. ജില്ലാ ജനറൽ സെക്രട്ടറി പ്രദീപൻ, C മോഹനൻ, T രാധാകൃഷ്ണൻ, P അജിത്ത്, MK അസീൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.